الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിച്ചു ആ നാഥന്റെ വിധിവിലക്കുകൾ നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിൽ പരമാവധി കാത്തു സൂക്ഷിച്ചു മുത്തഖികളായി ജീവിതം ചിട്ടപ്പെടുത്തണം എന്നോടും നിങ്ങളോടും ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങളാകുന്ന വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ അതിന്റെ വിശദീകരണമായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതചര്യയും മുറുകെ പിടിച്ച് യഥാർത്ഥ മുത്തഖികളും മുഅ്മിനുകളുമായി ജീവിച്ചു മരിക്കുവാൻ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരുടെ ഈ ലോകത്തെ ജീവിതത്തിൽ പല വിധത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് പലരും അവരുടെ ജീവിതം മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്ന നിലക്ക് എപ്പോഴും പല ആളുകളെയും പ്രയാസപ്പെടുത്തുന്ന, അവരുടെ ജീവിതത്തെ തന്നെ മെതിച്ചു കളയുന്ന, ജീവിതം വഴിമുട്ടിപ്പോയി എന്ന് തോന്നാവുന്ന ചില സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമൊക്കെ ആളുകൾക്ക് വന്നു ചേരാറുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും, ചില വിധത്തിലുള്ള കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടാകും, ചിലര് പരാജയപ്പെടുന്ന ആളുകൾ ഉണ്ടാകും. പരീക്ഷകളിലോ അതുപോലെ തന്നെ ഇന്റർവ്യൂകളിലോ ഒക്കെ പരാജയപ്പെടുന്ന ആളുകൾ. ചിലർക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിക്കും, കച്ചവടത്തിലോ അതല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന കിട്ടി എന്ന് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഗതികളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാം. ചിലർക്ക് മാരകമായ രോഗങ്ങൾ കൊണ്ടുള്ള കടുത്ത പരീക്ഷണങ്ങൾ നേരിടുന്നവരുണ്ടാകാം. ചെറിയ കൊച്ചു കുട്ടികൾക്ക് പോലും വലിയ രോഗം ബാധിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെ ജീവിതത്തിൽ കെട്ടിത്തിരിയുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ചില അപകടങ്ങൾ മുഖേന പരീക്ഷിക്കപ്പെടുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ പ്രിയപ്പെട്ടവരുടെ പെട്ടെന്നുള്ള മരണങ്ങൾ കൊണ്ട് ദുഃഖിക്കുകയും വിഷമിക്കുകയും ടെൻഷൻ അടിക്കുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. മറ്റു ചിലരുടെ പരിഹാസങ്ങൾ താങ്ങാൻ കഴിയാതെ ടെൻഷൻ അടിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. ഇതൊക്കെ ദുനിയാവിലെ ജീവിതത്തിൽ സാധാരണമാണ്. ധാരാളം ആളുകൾക്ക് ഇത് അനുഭവിക്കുന്നുമുണ്ട്. പക്ഷെ ഈ അവനവനിലേക്ക് വരുമ്പോൾ, സ്വന്തത്തിന് ഇത്തരം ചില സാഹചര്യങ്ങൾ വരുമ്പോൾ താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. എത്രയോ അത്യുന്നതമായ പദവികളിൽ ഇരിക്കുന്ന ആളുകൾ ആത്മഹത്യ ചെയ്യാൻ, വിദഗ്ധമായ വൈദ്യശാസ്ത്ര രംഗത്തിന് പോലും പഠിക്കുന്ന കുട്ടികൾ അത് തീരാനാകുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ ആത്മഹത്യ ചെയ്യുക. അപ്പൊ എന്താണ് ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് ജീവിതത്തിലെ ഇത്തരം കഷ്ടപ്പാടുകളോടും പ്രയാസങ്ങളോടും വിഷമങ്ങളോടും പ്രതിസന്ധികളോടും ഒക്കെ സ്വീകരിക്കേണ്ട നിലപാട് എന്നത്
വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മൾ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. നമുക്കൊക്കെ സുപരിചിതമായ വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ് ഫഇന്ന മഅൽ ഉസ്രി യുസ്റ ഇന്ന മഅൽ ഉസ്രി യുസ്റ. 2 തവണയാണ് അല്ലാഹു ഇത് ആവർത്തിച്ച് പറയുന്നത്. ഒറ്റ തവണ പറഞ്ഞാൽ തന്നെ മതി അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ. തീർച്ചയായും ഞെരുക്കത്തോടൊപ്പമാണ് എളുപ്പം, പ്രയാസത്തോടൊപ്പമാണ് എളുപ്പം എന്നാണ് അല്ലാഹു ആവർത്തിച്ചു പറയുന്നത്. ശേഷം എന്നല്ല പറഞ്ഞിട്ടുള്ളത്, പിന്നാലെ എന്നല്ല പറഞ്ഞിട്ടുള്ളത്, കൂടെ എന്ന പ്രയോഗമാണ് മഅ എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം. അപ്പൊ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന വിഷമം, ഞെരുക്കം, പ്രയാസം, ബുദ്ധിമുട്ട്, ടെൻഷൻ, അതിന്റെ കൂടെ ഒരു എളുപ്പമുണ്ട് എന്ന് അള്ളാഹുവിന്റെ വാക്കാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതകരം തന്നെ, അത് സത്യവിശ്വാസിക്കല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല എന്നാ. അജബല്ലി അംരിൽ മുഅ്മിൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചക തിരുമേനി പറയുന്നുണ്ട്, അവന് വല്ല സന്തോഷവും ഉണ്ടായാൽ അവൻ നന്ദി കാണിക്കും, അപ്പൊ അതവന് ഗുണകരമാകും. അവന് വല്ല വിഷമവും തിന്മയും പ്രയാസവും ബാധിച്ചാലോ അവൻ ക്ഷമ അവലംബിക്കും, അതും അവന് ഗുണകരമാകും. ഇത് സത്യവിശ്വാസിക്കല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല എന്നാണ്. ക്ഷമാലുക്കൾക്ക് വമ്പിച്ച പ്രതിഫലമാണ് അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നത്. എപ്പോഴാണ് നമ്മൾ ക്ഷമിക്കേണ്ടി വരുന്നത്? നേരത്തെ പറഞ്ഞ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോ ക്ഷമിക്കണം. നമ്മൾ കണക്കില്ലാതെ പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാഹു. ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബിന. ബിഗൈരി ഹിസാബാണ്, കണക്ക് നോക്കാതെ എന്ന് പറഞ്ഞാൽ അത്രയും പ്രതിഫലം നൽകും. ആർക്ക്? ക്ഷമാലുക്കളായ ആളുകൾക്ക് എന്നാണ് അല്ലാഹു സൂറത്ത് സുമറിലാണ് ആ വചനമുള്ളത്. മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നു, നോക്കൂ നിങ്ങൾ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്തമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. വലനബ്ലുവന്നകും, തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. സത്യവിശ്വാസിയായി 5 നേരം കൃത്യമായി നമസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, അല്ലാഹുവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നു, പരലോകത്തെ ഓർമ്മിച്ച് തന്നെ ജീവിക്കുന്നു, അങ്ങനെയുള്ള ഒരാൾക്ക് പരീക്ഷണങ്ങളൊന്നും വരൂല എന്ന് പറയാൻ പറ്റില്ല. പ്രവാചകന്മാർക്ക് പോലും കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അല്ലാഹു ഇവിടെ പറയുന്നത് വലനബ്ലുവന്നകും, തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ്. എന്തൊക്കെയുണ്ട്? ഭയം നൽകി പരീക്ഷിക്കും, പട്ടിണി അല്ലെങ്കിൽ വിശപ്പ് നൽകിയിട്ട് നിങ്ങളെ പരീക്ഷിക്കും, നഫ്സിമിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, നിങ്ങളുടെ കൃഷിയിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആളുകൾ മരിച്ചുപോയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് നശിച്ചുപോയിട്ടോ ഒക്കെ നഷ്ടം സംഭവിക്കും നിങ്ങൾക്ക്. അത്തരം സന്ദർഭങ്ങളിൽ വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് പ്രവാചകരെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ്. എന്നിട്ട് അവരുടെ സ്വഭാവം അല്ലാഹു പറയാണ്. ആരാണ് ക്ഷമിക്കുന്നത്? ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് വെറുതെ പറയല്ല. ഈ ക്ഷമിക്കുന്ന ആളുകൾ ആരാ? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ, അവർക്ക് വല്ല ആപത്തും ബാധിച്ചാൽ, വല്ല സങ്കടവും ദുഃഖവും വിഷമവും പ്രയാസവും വന്നാൽ പാടു അവർ പറയുന്നതെന്നറിയോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, അല്ലാഹുവിലേക്ക് തന്നെ മടങ്ങേണ്ടവരാണ്. ഇതൊരു താൽക്കാലിക ജീവിതം മാത്രമാണ്. അതുകൊണ്ട് ഇതിന് ഞങ്ങൾ ടെൻഷൻ അടിക്കുന്നില്ല, ജീവിതം അവസാനിപ്പിക്കുന്നില്ല, മറിച്ച് അള്ളാഹു കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നു എന്ന നിലയ്ക്ക് ക്ഷമ അവലംബിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാനാണ് സൂറത്ത് അൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. സൂറത്ത് തൗബയിൽ അല്ലാഹു പറയുന്നുണ്ട്, നബിയെ പറഞ്ഞേക്കുക, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, ഞങ്ങൾക്ക് അള്ളാഹു എന്താണോ നിശ്ചയിച്ചത് അതല്ലാതെ ഞങ്ങളെ ബാധിക്കുകയില്ല. ഹുവ മൗലാന, അവനാണ് ഞങ്ങളുടെ യജമാനൻ. വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ, ആ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവർ അവനിൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ എന്നാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വിഷമം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി, ഒരു പരാജയം, ഒരു പ്രയാസം, അത് അല്ലാഹു നമുക്ക് നിശ്ചയിച്ചതാണ് എന്ന് നമ്മൾ ഉൾക്കൊണ്ടാൽ, അതിന് പരിഹാരം ഉണ്ടാക്കി തരാൻ എന്റെ റബ്ബിന് സാധിക്കും എന്നുള്ള നിലക്ക് ആ അല്ലാഹുവിൽ തവക്കുൽ ചെയ്താൽ,
എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ആരെങ്കിലും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നുവെങ്കിൽ അവൻ അള്ളാഹു മദീനാണ്. ഈ സൂറത്ത് ത്വലാഖിലാണ് ഈ വചനം. എന്ന് പറഞ്ഞാൽ ഒരു വിവാഹമോചനം ചെയ്യപ്പെട്ടു പോകുന്ന ഒരു പെണ്ണ് ആകെ കൂടി ജീവിതത്തിൽ ഇനി അങ്ങോട്ട് കഷ്ടപ്പെട്ടു പോകും, പ്രയാസപ്പെട്ടു പോകും, അവരുടെ ജീവിതം നശിച്ചു പോകും, ഒരു രക്ഷയില്ല എന്നൊന്നും പറഞ്ഞ് പേടിപ്പിക്കേണ്ടെന്നാണ് അള്ളാഹു പറഞ്ഞത്. ആരെങ്കിലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ അവൻ അള്ളാഹു മതി എന്നത് അള്ളാഹുവിന്റെ വാക്കാണ്. ദുനിയാവിൽ എന്തെങ്കിലും വിഷമം, പ്രയാസം നാം അനുഭവിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു നമുക്ക് പരലോകത്ത് വമ്പിച്ച പ്രതിഫലം ഒരുക്കി വെച്ചിരിക്കുന്നു. ദുനിയാവിൽ ഒരു വിഷമവും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സുഖമായി സന്തോഷത്തിൽ തന്നെയാണ് നമ്മൾ കഴിയുന്നതെങ്കിൽ നമ്മൾ പേടിക്കണം. പരലോകത്ത് കടുത്ത വിചാരണയെയും അതുപോലെ അനുസരണക്കേട് വല്ലതും കാണിച്ചാൽ, നന്ദികേട് കാണിച്ചാലുള്ള ശിക്ഷയെയും കുറിച്ച് നമ്മൾ ഭയപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാ യുസീബുൽ മുഅ്മിനു മിൻ ഹമ്മിൻ വലാ ഹുസ്നി. ഒരു സത്യവിശ്വാസിക്ക് ഒരു വിഷമമോ ഒരു സങ്കടമോ ബാധിക്കുന്നില്ല. അതൻ എന്തെങ്കിലും നിരക്കുള്ള മറ്റു ദോഷങ്ങൾ, ഒരു ഉപദ്രവങ്ങളും ബാധിക്കുന്നില്ല. ഏതുവരെ അവന് വേദനിപ്പിക്കുന്ന, അവന്റെ ശരീരത്തിൽ തുളച്ചു കയറുന്ന ഒരു മുള്ളുപോലും, ആ സമയത്ത് അവൻ സഹിക്കുന്ന വേദന പോലും അവൻ ക്ഷമിച്ചാൽ അവന്റെ പാപങ്ങൾ പൊറുക്കാനുള്ള പരിഹാരമായി അത് അല്ലാഹു പരിഗണിക്കുമെന്നാണ്. ഒരു ചെറിയ ഉദാഹരണമായി പ്രവാചകർ തിരുമേനി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരു കാലിന് മുള്ളു കൊള്ളുമ്പോഴേക്ക് ആ വേദന സഹിക്കാനാവാതെ ക്ഷമകേട് കാണിക്കുന്നതിന് പകരം ക്ഷമ അവലംബിക്കുന്ന ഒരു മനുഷ്യന് അതുവഴി പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞാൽ, ഇതിലേറെ വേദനകളുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും വരുമ്പോ എന്തുമാത്രം നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടുമെന്നും നമുക്ക് അല്ലാഹു പരലോകത്ത് പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നും അങ്ങനെയാണ് ഒരു സത്യവിശ്വാസി ചിന്തിക്കേണ്ടത് എന്നാണ്. മനുഷ്യരുടെ ഇത്തരം പ്രയാസങ്ങളെ ചൂഷണം ചെയ്യുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ധാരാളം ആളുകൾ. കാരണം ഈ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വിഷമങ്ങൾ, ടെൻഷനുകൾ, ഇതിനെ ആളുകൾ പല വിധത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. എങ്ങനെയാണ് ഇത് മാറിക്കിട്ടുക, എങ്ങനെയാണ് ഈ ദുഃഖവും ദുരിതവും ഒഴിവാക്കി കിട്ടുക എന്നതിന് നെട്ടോട്ടമോടുകയാണ് ആളുകൾ. വീട് പോലും പൊളിച്ചു മാറ്റുകയാണ്. ഒരു വീട്ടിൽ 2-3 ആളുകൾക്ക് ഒന്നിച്ച് അസുഖം വന്നാൽ പിന്നെ പിശാചിന്റെ തോന്നിപ്പിക്കൽ എന്താണെന്നറിയോ? എന്തോ പ്രശ്നമുണ്ട്, എന്തോ വിഷയമുണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് നല്ല കാലമല്ല, പ്രശ്നങ്ങളുണ്ട്. എന്നിട്ടത് പരിശോധിക്കാൻ ആളുകളുടെ അടുത്ത് പോവുകയാണ്, ചൂഷണ കേന്ദ്രങ്ങളിൽ പോവുകയാണ്. അവിടുന്ന് ആരെങ്കിലുമൊക്കെ വന്നിട്ട് പറയാണ്, ഇത് കന്നിമൂലയാണ്, ഇവിടെ വീടിന്റെ ഭാഗം പാടില്ല, ഇതിന് പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അയൽവാസിയെ കുറിച്ചോ കുടുംബക്കാരനെ കുറിച്ചോ മാരണം ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് അതിന് പ്രതിവിധികൾ നിർദ്ദേശിക്കാൻ, എന്നിട്ട് ഈ മനുഷ്യരെ ചൂഷണം ചെയ്യുകയാണ്. ഓൺലൈനിലൂടെയും അല്ലാതെയും സദസ്സുകൾ സംഘടിപ്പിച്ചും ജനങ്ങളുടെയും ജാറങ്ങളുടെയും അതുപോലെ സിദ്ധന്മാരുടെയും ഒക്കെ പരസ്യങ്ങൾ നൽകിയും ധാരാളം ചൂഷണം നമ്മുടെ ലോകത്ത് നടക്കുന്നു. വിദ്യാഭ്യാസമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന, വിദ്യാസമ്പന്നരെന്ന് നമ്മൾ പറയുന്ന കേരളത്തിൽ പോലും ഇതിനൊട്ടും കുറവില്ല എന്നതാണ് സത്യം. കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള വിഷമങ്ങളുമൊക്കെ മാറുമെന്ന് പറഞ്ഞിട്ട് കള്ളക്കഥകൾ പ്രചരിപ്പിക്കുക. എന്നിട്ട് അതിന് മതത്തിന്റെയും പ്രമാണങ്ങളുടെയും ഒക്കെ പിൻബലം അവകാശപ്പെടുകയാണ്. പ്രവാചകന്മാർക്ക് എന്തെങ്കിലും നിരക്കുള്ള മുഅ്ജിസത്തുകൾ വിശുദ്ധ ഖുർആനിലൊക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞ് അതിനേക്കാൾ വലിയ കറാമത്തുകൾ ഉണ്ട് എന്ന് വിശ്വസിപ്പിച്ച് ആളുകളെ മറ്റൊരു വഴിക്ക് തിരിച്ചു വിടുകയാണ്. ആകാശത്ത് ലോകത്ത് വിമാനം പറക്കുന്നിടത്ത് നിങ്ങൾക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അവിടെ വന്ന് രക്ഷപ്പെടുത്തുമെന്ന് പറയുകയാണ്. സമുദ്രത്തിൽ ആഴക്കടലിൽ നിങ്ങൾ കപ്പലിൽ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ വന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് പറയുകയാണ്. ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാഹനാപകടങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ ഈ ഫോട്ടോ വെച്ചാൽ മതി,
അല്ലെങ്കിൽ ഇന്ന ജാറങ്ങളിലേക്ക് പണം എറിഞ്ഞാൽ മതി എന്ന് പ്രചരിപ്പിക്കുകയാണ്. ആളുകൾക്കുണ്ടാകുന്ന രോഗം മാറാൻ, വിവാഹം കഴിഞ്ഞിട്ട് കുട്ടിയില്ലാത്ത ആളുകൾക്ക് കുട്ടികളുണ്ടാകാൻ, വിവാഹം ശരിയാകാത്തവർക്ക് വിവാഹം ശരിയാക്കി കൊടുക്കാൻ, എല്ലാ പ്രശ്നങ്ങൾക്കും മറഞ്ഞ മാർഗത്തിലൂടെ പരിഹാരം നിർദ്ദേശിച്ച് 100% ചൂഷണം ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശുദ്ധ തട്ടിപ്പുകൾ ആരും എതിർക്കുന്നില്ല. ഇതെല്ലാം പറയുന്ന സദസ്സുകളിൽ ഇരിക്കുന്നവർ മുണ്ടുന്നില്ല. അത് പ്രചരിപ്പിച്ച് കാശുണ്ടാക്കുകയാണ്. നോക്കൂ, വിശുദ്ധ ഖുർആനിലൂടെ ഇതിനെല്ലാം പരിഹാരം അള്ളാഹു നിർദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കടുത്ത മാരകമായ രോഗമുണ്ടോ? ഇതിനു മുമ്പ് രോഗം വന്ന ആളുടെ അനുഭവം പറഞ്ഞുകൊണ്ട് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മക്കളില്ലേ? പ്രായാധിക്യത്തിൽ കുഞ്ഞിനെ നൽകിയ പ്രവാചകന്മാരുടെ ചരിത്രം അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹുവിനോട് തേടാനാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരോട് പറയുന്നൊരു വാക്കുണ്ട് ഖുർആനില്, നിങ്ങൾ ആരാധിക്കുന്ന എല്ലാ വസ്തുക്കളും ഉണ്ടല്ലോ അള്ളാഹുവിന് പുറമേ ഉള്ളവര്, അതൊക്കെയും എനിക്ക് ശത്രുക്കളാണ്, റബ്ബ് ഒഴികെ, പടച്ചോന് ഒഴികെ. എന്താ കാരണം എന്നറിയോ? അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ, അവനാണ് എന്നെ സൃഷ്ടിച്ച് എനിക്ക് വഴി കാണിച്ചു തരുന്നത്. വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീൻ, അവനാണ് എനിക്ക് ഭക്ഷണം നൽകുന്നത്, അവനാണ് എന്നെ കുടിപ്പിക്കുന്നത്. വഇദാ മരിദതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ എന്നെ സുഖപ്പെടുത്തുന്നത് അവനാണ്. വല്ലദീ യുമീതുനീ സുമ്മ യുഹ്യീൻ, ഇതേ റബ്ബ് തന്നെയാണ് എന്നെ മരിപ്പിക്കുന്നതും പിന്നെ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും. വല്ലദീ യത്മഉ അൻ യഗ്ഫറ ലീ ഖതിയതി യൗമദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസം എന്റെ പാപങ്ങൾ പുറത്തു കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും ഇതേ റബ്ബിൽ നിന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു അല്ലാഹു ഉണ്ടായിരിക്കെ എന്റെ രോഗം സുഖപ്പെടുത്താൻ ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന പോലെ അല്ലാഹു അല്ലാത്ത ഒരാളിലേക്ക് ഞാൻ തിരിയില്ല എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. നമ്മൾ നോക്കൂ, ഇന്ന് രോഗം മാറ്റിത്തരുമെന്ന് പറയുന്ന, നമ്മുടെ കാര്യങ്ങളൊക്കെ പരിഹരിക്കുമെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കേന്ദ്രത്തിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളിൽ വല്ല പങ്കുണ്ടെന്ന് പറയാൻ പറ്റുമോ? സൃഷ്ടിപ്പ്, ഹിദായത്ത് കൊടുക്കല്, ഭക്ഷിപ്പിക്കല്, കുടിപ്പിക്കല്, രോഗം വന്നാൽ ശിക്ഷയാക്കല്, ജീവിപ്പിക്കല്, മരിപ്പിക്കല്, പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കല്, പാപം പുറത്തു കൊടുക്കല്, ഇതെല്ലാം അല്ലാഹുവാണ് എങ്കിൽ ജീവിതത്തിൽ വരുന്ന ഒരു കഷ്ടപ്പാടിൽ, ഒരു പ്രയാസത്തിൽ, ഒരു വിഷമത്തിൽ ഇതേ അല്ലാഹുവിലേക്കല്ലേ കൈകൾ ഉയർത്തേണ്ടത് എന്നതാണ് ഇതിലെ ചോദ്യം. സൂറത്തുൻ നംലില് അല്ലാഹു ചോദിക്കുന്നുണ്ട്, അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദഅാഹു, വിഷമം അനുഭവിക്കുന്നവൻ, പ്രയാസപ്പെട്ടവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്നവൻ ആരാണുള്ളത്? വയക്ഷിഫു സൂഅ, അവന് ബാധിച്ച പ്രയാസത്തെ നീക്കം ചെയ്തു കൊടുക്കുന്നവൻ ആരാണുള്ളത്? വയജഅലകും ഖുലഫാഅൽ അർളി, ഭൂമിയിൽ നിങ്ങളെ ഇങ്ങനെ തലമുറ തലമുറയായി സൃഷ്ടിച്ചുണ്ടാക്കുന്നവനും ആരാണുള്ളത്? അഇലാഹും അല്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ മറ്റു വല്ല ആരാധ്യന്മാരുമുണ്ടോ? ഖലീലൻ മാ തദക്കറൂൻ, നിങ്ങൾ വളരെ കുറച്ചേ ആലോചിക്കുന്നുള്ളൂ എന്നാണ് അല്ലാഹു പറയുന്നത്. അപ്പൊ നമ്മൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്നവൻ അല്ലാഹുവാണ്. നമുക്ക് ബാധിച്ച വിഷമത്തെ, രോഗത്തെ, ദുഃഖത്തെ, സങ്കടത്തെ മാറ്റിത്തരുന്നവൻ അല്ലാഹു മാത്രമാണ് എന്നാണ് അവിടെ പറഞ്ഞത്. സൂറത്ത് അൻആമില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ പറയുന്ന ഒരു ചോദ്യവും അല്ലാഹു തന്നെ പറയുന്ന ഒരു മറുപടിയും നോക്കൂ നിങ്ങൾ. ഖുൽ, നബിയെ ചോദിച്ചു നോക്ക്, മൻ യുനജ്ജീകും മിൻ ദുലുമാത്തിൽ ബർരി വൽ ബഹരി, കരയിലെയും കടലിലെയും അന്ധകാരത്തിൽ നിന്ന്, കൂരിരുട്ടിൽ നിന്ന് ആരാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുക? തദഊനഹു തവറുൻ വഖുഫിയ, രഹസ്യമായും വിനയപൂർവ്വം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, കരയിലൊരു പ്രയാസത്തിൽപ്പെട്ടു, കടലിലൊരു പ്രയാസത്തിൽപ്പെട്ടു, ആ സന്ദർഭത്തിൽ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ എങ്ങനെ? ലഇൻ അൻജാനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ്ശാകിരീൻ, ഞങ്ങളെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ വിനയപൂർവ്വം രഹസ്യമായി വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആരാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുക എന്ന് നബിയെ ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞ ശേഷം അല്ലാഹു തന്നെ മറുപടി പറയാൻ പറയാണ്. ഖുൽ, നബിയെ മറുപടിയും പറഞ്ഞു കൊടുത്തേക്ക്, അല്ലാഹു യുനജ്ജീകും മിൻഹാ, അല്ലാഹുവാണ് നിങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക. കരയിലെയോ
കടലിലെയോ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹുവാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുക. തീർന്നില്ല. കുഞ്ഞു കരുതിൽ മറ്റെല്ലാ വിഷമങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അവനാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുക. സുമ്മാൻതും തുശ്രികൂൻ, പിന്നെയും നിങ്ങൾ എന്താണ് അവനിൽ പങ്കു ചേർക്കുന്നത് എന്നാണ്. നോക്കൂ, ഇത്ര ക്ലിയറായി, ഇത്ര കൃത്യമായി വിശുദ്ധ ഖുർആനിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടും അത് മൂടിവെച്ചാണ് വിഷമങ്ങളുണ്ടോ പ്രയാസങ്ങളുണ്ടോ ഇങ്ങോട്ട് വന്നോളൂ, അല്ലെങ്കിൽ ഇതിന് ഗൂഗിൾ പേ ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. അള്ളാഹുവിന് പുറമേയുള്ളവരെ ഇത്തരം സന്ദർഭങ്ങളിൽ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കുകയില്ലെന്നും സഹായിക്കുകയില്ലെന്നും ആവർത്തിച്ചു പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. സൂറത്ത് ഇസ്രായേൽ പറയുന്നുണ്ട്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച്, നിങ്ങളുടെ സഹായിക്കുമെന്ന് നിങ്ങൾ ജൽപ്പിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ അവരോടൊന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു നോക്കൂ. നിങ്ങളുടെ ആ വിഷമത്തെ നീക്കിത്തരാൻ അവർക്ക് കഴിയില്ല. അതിനൊരു മാറ്റം വരുത്താൻ പോലും അവർക്കുണ്ടാവുകയില്ല. സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു പറയുന്നുണ്ട്, വല്ലദീന തദഊന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, മാ യംലികൂന മിൻ ഖത്മീർ, ഒരു ഈത്തപ്പഴക്കുരുവിന്റെ മുകളിലുള്ള നേരിയ പാടയില്ലേ, അതിനെപ്പോലും അധീനപ്പെടുത്താൻ കഴിയാത്ത ആളുകളാണ്. നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ തേടിയാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കൂല. കേൾക്കുമെന്ന് നിങ്ങൾ സങ്കല്പിച്ചാൽ തന്നെ മസ്തജാബൂലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. ശിർക്കിക്കും, ഖിയാമത്തിനാളിൽ നിങ്ങളുടെ ഈ ശിർക്കിനെ അവർ നിഷേധിക്കും. സൂക്ഷ്മജ്ഞാനിയായ അല്ലാഹുവിനെ പോലെ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആളില്ല എന്നുകൂടി അല്ലാഹു പറയുന്നുണ്ട്. സഹോദരന്മാരെ, സഹോദരികളെ, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാരകമായ രോഗം സുഖപ്പെടുത്തിയ വിവരം, ആ സന്ദർഭത്തിൽ അല്ലാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തിയത്, സഖറിയ നബിക്ക് വാർദ്ധക്യത്തിൽ കുഞ്ഞിനെ നൽകിയത്, സൗർ ഗുഹയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സംരക്ഷിച്ചത്, ബദറിൽ മലക്കുകളെ ഇറക്കി വിശ്വാസികളെ അല്ലാഹു സഹായിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വീട് വളഞ്ഞപ്പോ അവർക്കിടയിലൂടെ പ്രവാചകനെ അല്ലാഹു രക്ഷപ്പെടുത്തിയത്, മൂസാ നബിയെയും കൂടെയുള്ളവരെയും കടൽ പിളർത്തിയിട്ട് ഫറോവയിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയത്, എല്ലാം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ വചനങ്ങളിൽ കെട്ടുകഥകളല്ല, ഇത് കൂട്ടി പറയേണ്ടതില്ല, നേർക്കുനേരെ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ആ വിവരിച്ചു കൊടുത്തതൊന്നും ഇത്തരം സന്ദർഭങ്ങളിൽ അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്താനും തവക്കുലാക്കാനും നാം മടിക്കേണ്ടതില്ല എന്ന് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതല്ല, അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ആ നിലക്ക് സത്യവിശ്വാസികൾ എന്ന നിലക്ക് അല്ലാഹുവിന്റെ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചും പ്രയാസങ്ങളിലും വിഷമങ്ങളിലും അവനോട് പേടിയും ക്ഷമ അവലംബിച്ചും സത്യവിശ്വാസികളുടെ മാർഗം നാം സ്വീകരിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, അല്ലാഹുവിനെ സ്നേഹിച്ചും അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചും മുത്തഖികളായി ജീവിതം ചിട്ടപ്പെടുത്തണം എന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമങ്ങളിലും പ്രയാസങ്ങളിലുമൊക്കെ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതാണ് സൂചിപ്പിച്ചു വന്നത്. ചൂഷണത്തിന് നമ്മൾ വിധേയരാകരുത് എന്നാണ് പറയുന്നത്. അപ്പൊ ചിലർക്കൊക്കെ ഒരു സംശയം തോന്നും, ഈ ഓൺലൈൻ മജ്‌ലിസുകൾ, അതല്ലെങ്കിൽ ദിക്റുകൾ, ദുആകൾ ഇതൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ പങ്കെടുക്കുന്നതിൽ എന്താണ് തെറ്റിയെന്ന്. കുഴപ്പമൊന്നുമില്ല. അത് അല്ലാഹുവും റസൂലും പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണെങ്കിൽ അത് നമുക്ക് ചൊല്ലാം, ഏറ്റു പറയാം, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. പക്ഷേ കൂടെ ഗൂഗിൾ പേ നമ്പറുണ്ട്, അതെന്തിനാണ് എന്ന് നമ്മൾ അന്ന് ആലോചിക്കണം. മാത്രമല്ല, അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയും ദിക്റുകളും ദുആകളും ഒക്കെ രഹസ്യമായും വിനയപൂർവ്വം ചെയ്താലാണ് അല്ലാഹു അത് സ്വീകരിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുക.
നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഒക്കെ പഠിപ്പിച്ചെന്ന ധാരാളം ദിക്റുകളും ദുആകളുമുണ്ട്. അത് നമ്മുടെ മനസ്സിൽ തട്ടി നാം രഹസ്യമായും വിനയപൂർവ്വം നമ്മൾ പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നു, നോക്കൂ നിങ്ങൾ, വലഖദ് നഅലമു അന്നക യളീഖു സദ്റക ബിമാ യഖൂലൂൻ. നബിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പല സന്ദർഭങ്ങളിലും. അത്രയും കള്ള വാർത്തകൾ നബിയെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ അവർ ഈ പറയുന്നതിനെ കുറിച്ച് ഓർത്ത് നബിയെ താങ്കൾക്ക് പ്രയാസം ഉണ്ടാകുമെന്ന് നാം അറിയുന്നുണ്ട്. പക്ഷെ നീ എന്ത് ചെയ്യണം? പ്രവാചകനോട് അല്ലാഹു പറഞ്ഞു, നീ സുബ്ഹാനല്ലാഹ് പറയ്, അൽഹംദുലില്ലാഹ് പറയ്, നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നീ അവനെ പ്രകീർത്തനം ചെയ്യേ. വകുൻ മിനസ് സാജിദീൻ, നീ സുജൂദുകൾ അർപ്പിക്കൂ, അല്ലാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കേ. വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് മരണം വരുന്നത് വരെ നീ അവനെ ഇബാദത്തെടുത്ത് ജീവിക്കൂ, നിന്റെ വിഷമവും പ്രയാസമൊക്കെ മാറുന്ന എന്ന് പറഞ്ഞാൽ സുജൂദും തസ്ബീഹും ഇബാദത്തും ഒക്കെ നമ്മുടെ ടെൻഷൻ അകത്തുന്ന മരുന്നുകളായിട്ട് ഈ ആയത്തിന് നമുക്ക് വിശദീകരിക്കാം. ധാരാളം പ്രാർത്ഥനകളും ഇതുപോലെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്നി വൽ ആജിസി വൽ കസ്ലി വൽ ബുഖ്ലി വൽ ജുനുബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്. ഭീരുത്വം, പിശുക്ക്, മടി, കഴിവുകേട്, ദുഃഖം, സങ്കടം, ഇവയിൽ നിന്നെല്ലാം അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ രാവിലെയും വൈകുന്നേരം ഇത് പറയാൻ മടിക്കണ്ട. എന്താണ്? യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈസ്. എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാം അടക്കി ഒതുക്കി നിയന്ത്രിക്കുന്ന നാഥ, നിന്റെ കാരുണ്യത്തിൽ നിന്ന് ഞാൻ നിന്നോട് സഹായം തേടുന്നു. അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐനി. എന്റെ കാര്യങ്ങളൊക്കെ നീ എനിക്ക് നന്നാക്കി തരണം. എന്റെ കാര്യങ്ങൾ ഒരു കണ്ണുമ വെട്ടുന്ന സമയം പോലും എന്നെ ഏൽപ്പിക്കല്ലേ, നീ എന്നെ ഉപേക്ഷിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കണമെന്നാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് ഉറച്ച വിശ്വാസം വേണം, നല്ല പ്രതീക്ഷ വേണം. എല്ലാ കാലത്തും എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും നിലനിൽക്കുകയില്ല. രാത്രി നേരം പുലരുന്നത് പോലെ നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങി നന്മകളും സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. അള്ളാഹുവിനെ കുറിച്ച് നല്ല പ്രതീക്ഷകൾ വെച്ച് പുലർത്തുക, നിരാശപ്പെടാതിരിക്കുക. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ അനുഭവിക്കുന്ന വിഷമങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ അള്ളാഹു നമുക്ക് പരിഹരിച്ച് എളുപ്പവും ആശ്വാസവും സമാധാനവും സന്തോഷവും നമ്മുടെ ഒക്കെ കുടുംബ ജീവിതത്തിലും നമ്മുടെ ഇണകളിലും മക്കളിലും ഒക്കെ അള്ളാഹു പ്രദാനം ചെയ്തു വരുമാറാവട്ടെ. നാം ചെയ്ത കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയും നാളെ പരലോകത്ത് നമ്മുടെ മീസാനിൽ നന്മയുടെ ഭാഗത്ത് കനം തൂങ്ങുന്ന വിധം അതിനെ അള്ളാഹു സംരക്ഷിച്ചു നിർത്തുകയും ചെയ്യുമാറാവട്ടെ. നമ്മിൽ വന്നുപോയ പാകപ്പിഴകൾ അള്ളാഹു നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗികളായി കഴിയുന്നവരുടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾക്കും മാതാപിതാക്കൾക്കും ഇണകൾക്കും മക്കൾക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وسلام على المرسلين.